ടു ക്രാഫ്റ്റ് വിത്ത് നില. അപ്പോൾ നമുക്കിന്ന് കുറച്ച് അസൈൻമെന്റ് ബോർഡേഴ്സ് വരയ്ക്കാം. ഇതിൽ ഏത് ഡിസൈനാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമായിട്ടുള്ളത് എന്നുള്ളത് കമന്റ് ചെയ്യാൻ മറക്കണ്ട. ഷോർട്സ് ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഇത് കുറേ ആയിട്ട് ഞാൻ ലോങ് വീഡിയോ ആയിട്ട് വരുന്നുണ്ടെന്ന്. അപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് A4 ഷീറ്റ് ഒന്ന് നടുമടക്കി കീറി എടുത്തിട്ടുണ്ട്. കാരണം എനിക്ക് അസൈൻമെന്റ്സ് ഒന്നും ചെയ്യാനില്ല. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ അങ്ങനെ മതിയല്ലോ. അപ്പോൾ നമ്പർ 1 നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മളൊരു ബ്ലാക്ക് പെൻ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ക്രോസ് ചെയ്തിട്ട് ഒരു 2-3 ലൈൻ അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് വരച്ചെടുക്കുക. എന്നിട്ട് ആ ലൈനിൽ നിന്ന് V ഷേപ്പ് പോലെ താഴായിട്ട് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുക. ഇതിന്റെ കൂട്ടിമുട്ടുന്ന ഭാഗം എത്തിക്കഴിഞ്ഞാൽ V ഷേപ്പിന് പകരം ഓരോന്നോരോന്നായിട്ട് ഇടവിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് ചെയ്യണം. ഇതുപോലെ തന്നെ ഇതേപോലെ നമ്മൾ വരച്ചിട്ടുള്ള ആ 3 ലൈൻസിലും ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുക. എന്നിട്ട് നിങ്ങളിലുള്ള ഏത് സ്കെച്ചാണോ അത് യൂസ് ചെയ്തിട്ട് അതിന്റെ മേലെ കൂടെ ഒന്ന് പെയിന്റ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ചെയ്തിട്ടുള്ളത് ബ്രഷ് പെൻ യൂസ് ചെയ്തിട്ടാണ്. അത് വേണമെന്നൊരു നിർബന്ധമില്ല. സ്കെച്ച് യൂസ് ചെയ്തിട്ടായാലും ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി. പിന്നെ ഈ ലൈൻസ് ഒക്കെ കൂട്ടിമുട്ടുന്നതിന്റെ താഴേക്ക് നമ്മൾ ഈ കളർ ചെയ്യുന്നില്ല. നമ്മളവിടെ ഗ്രീൻ ആണ് കൊടുക്കുന്നത്. പിന്നെ മേലെ കൊടുത്തിട്ടുള്ളതിന്റെ കുറച്ചും കൂടി ഡാർക്ക് വേർഷൻ എടുത്തിട്ട് അതിന്റെ മേലെ കൂടി ഒന്നും കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഡബിൾ കളർ പോലെ തോന്നും. ശേഷം നമ്മൾ ഇത് ടച്ച് ചെയ്യുന്നതിന്റെ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടിട്ട് നമ്മൾ നോർമൽ ആയിട്ടുള്ള ലൈൻസ് വരച്ചെടുക്കുക. അത്രേ ഉള്ളൂ ഫസ്റ്റ് ഡിസൈൻ. ഭയങ്കര സിമ്പിൾ അല്ലേ? അപ്പൊ ഇനി നമുക്ക് നമ്പർ 2 നോക്കാം. ഫസ്റ്റ് തന്നെ ഒരു സൈഡില് നമ്മളൊരു ബോ വരച്ചെടുക്കുന്നുണ്ട്. ബോ വരയ്ക്കാൻ ആർക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ വരയ്ക്കുന്ന പോലെ ഒന്ന് വരച്ചെടുത്താൽ മതി. ഞാൻ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാട്ടോ വരയ്ക്കുന്നത്. അതുപോലെ തന്നെ ഇത് വരയ്ക്കുമ്പം നമ്മൾ ഓവറായിട്ട് വലുതാക്കി വരയ്ക്കരുത്, ഓവറായിട്ട് ചെറുതാക്കി വരയ്ക്കരുത്. ഒരു മീഡിയം ലെവലിലുള്ളതായിട്ട് വരയ്ക്കണം. അതുപോലെ തന്നെ അതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലും ഇതുപോലെ തന്നെ ഒരു ബോ വരച്ചെടുക്കുക. പിന്നെ ഇതൊക്കെ വരയ്ക്കുന്നതിന്റെ മുന്നേ ഒന്ന് പെൻസിൽ വെച്ചിട്ട് ഒന്ന് സ്കെച്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം നമ്മൾ സ്കെച്ചും പെന്നൊക്കെ യൂസ് ചെയ്യുമ്പോൾ പിന്നെ അത് മായ്ക്കാൻ കഴിയില്ലല്ലോ. പെൻസിൽ വെച്ച് വരയ്ക്കുമ്പോൾ എങ്ങാനും തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് മായ്ക്കാൻ ഓപ്ഷൻ ഉണ്ട്. പക്ഷെ പെന്ന് വെച്ച് വരയ്ക്കുമ്പോൾ ആ ഒരു ഓപ്ഷൻ ഇല്ല. ഇനി പെൻസിലും സ്കെയിലൊക്കെ വെച്ച് വരയ്ക്കാതെ റഫ് ആക്കിയിട്ട് നമ്മുടെ കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുക. ഇതെല്ലാം കൂടെ വരച്ച് വരുമ്പോൾ നമുക്ക് നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു ബോർഡർ ഐഡിയ കിട്ടും. പിന്നെ ടീച്ചേഴ്സിന്റെ സ്വഭാവം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇതിൽ ഏതാ വേണ്ടതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്തിട്ട് വരയ്ക്കട്ടോ. അസൈൻമെന്റ് ബോർഡറിൽ നമ്മൾ ഓവറായിട്ട് ചിത്രമൊക്കെ വരച്ചിട്ട് വെക്കുന്ന ചില ടീച്ചേഴ്സിന് ഇഷ്ടപ്പെടില്ല. അപ്പൊ ഏതൊക്കെ ടീച്ചേഴ്സിന്റെ സ്വഭാവമൊക്കെ എങ്ങനെയൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം അറിയാൻ മതിയാവല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ നോക്കിയിട്ട് വരയ്ക്കുക. പിന്നെ പേസ്റ്റൽ കളേഴ്സിലെ ഓറഞ്ച് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഇതിനൊക്കെ കളർ കൊടുക്കുന്നത്. കളറൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൊടുക്കട്ടോ. ഈ ഒരു ഓറഞ്ച് വെച്ച് കൊടുക്കുമ്പോൾ നന്നായിട്ട് ഒരു ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന പോലെ എനിക്ക് തോന്നി. പിന്നെ ഞാൻ കുറച്ച് കുട്ടി സ്റ്റാർസും വരച്ചിട്ടുണ്ട്. അത് യെല്ലോ കളേഴ്സ് വെച്ചിട്ടാട്ടോ ഫിൽ ചെയ്യുന്നത്. അതോടുകൂടി നമ്മുടെ സെക്കൻഡ് ഐഡിയ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്പർ 3 നോക്കാം. ഞാനിവിടെ ബ്ലാക്ക് പെന്ന് യൂസ് ചെയ്തിട്ട് ഒരു ഹാഫ് സർക്കിൾ ആണ് കോർണറിൽ വരയ്ക്കുന്നത്. പെന്നിന് പകരം നിങ്ങൾക്ക് ബ്ലാക്ക് മാർക്കർ വേണമെങ്കിൽ യൂസ് ചെയ്യുക. എന്നിട്ട് അതിന്റെ ഉള്ളിൽ നമ്മൾ ഇതുപോലെ ചെറിയ ലൈൻ വെച്ചിട്ടൊന്ന് ഫിൽ ചെയ്തെടുക്കുന്നുണ്ട്. പേസ്റ്റൽ ബ്രഷ് പെൻസിലുള്ള ഈ ഒരു ഗ്രേ കളർ യൂസ് ചെയ്തിട്ട് ഞാൻ പൂവിന്റെ ഇതളുമാരി ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഈ ഗ്രേ കളറിന് പകരം വേറെ ഏതെങ്കിലും കളർ സ്കെച്ച് ഒക്കെ യൂസ് ചെയ്തിട്ട് വരയ്ക്കാട്ടോ. നല്ലപോലെ അടുപ്പിച്ച് തന്നെ വരയ്ക്കാൻ നോക്കുക, വിട്ട് വരയ്ക്കാതെ. എന്നിട്ട് ചെറിയ രീതിയിൽ ആ കളർ കൊണ്ട് തന്നെ ഒന്ന് ഷെയ്ഡ് കൊടുക്കുന്നുണ്ട്. പിന്നെ യെല്ലോ കളർ യൂസ് ചെയ്തിട്ട് നമ്മൾ ഫസ്റ്റ് വരച്ചിട്ടുള്ള അതിലും കൂടി ഒന്ന് പെയിന്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിന്റെ നേരെ ഓപ്പോസിറ്റും ഇതേ ഫ്ലവർ വരയ്ക്കുക. എന്നിട്ട് ബാക്കി നമ്മൾ ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ട് യെല്ലോ കളർ യൂസ് ചെയ്തിട്ട് അതും കൂടി ഒന്ന് വരച്ചെടുക്കാം. ഇനി നെക്സ്റ്റ് നമുക്ക് നമ്പർ 4 നോക്കാം. ഒരു ഡോട്ട് ഇട്ടിട്ട് അതിന് 2 ഇതൾ വരയ്ക്കുന്ന പോലെ 4 സൈഡിലായിട്ടും നമ്മൾ ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുക. ഇതിൽ വരച്ചതിലെല്ലാം വെച്ചിട്ട് ഏറ്റവും സിമ്പിൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ബോർഡർ ഇതാണ് കേട്ടോ. ഓവറായിട്ട് സിമ്പിൾ ആയോ എന്ന് ചെറിയൊരു ഡൗട്ടും ഉണ്ട്. ഇനി നമ്മൾ ഇതിൽ ഡോട്ട് വെച്ചിട്ടുള്ള അവിടെ മാത്രം നമ്മൾ ഈ യെല്ലോ കളർ വെച്ചിട്ടൊന്ന് പെയിന്റ് ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് നമ്പർ 5 നോക്കാം. ഇതിൽ നമ്മൾ ബ്ലാക്ക് പെന്ന് യൂസ് ചെയ്തിട്ട് ഹാഫ് ലൈനായിട്ട് 2 ലൈൻ വരയ്ക്കുന്നുണ്ട്. ഓപ്പോസിറ്റ് കോർണറിലാണ് വരയ്ക്കുന്നത്. എന്നിട്ട് ഇതിൽ കൂട്ടിമുട്ടിയതിന്റെ ആ 2 അറ്റം വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുന്നത്. ഇതേപോലെ തന്നെ അതിന്റെ നേരെ ഓപ്പോസിറ്റും നമ്മൾ വരയ്ക്കുക. എന്നിട്ട് ഇതിന്റെ അറ്റത്തു നിന്നായിട്ട് ഇതുപോലെ ചെറിയ ലീഫ് വരച്ചെടുക്കുക. ഈ ഒരു ഡിസൈനിനെ പറ്റി പറയാന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര സിമ്പിളും ആണ്. എന്നാൽ ടഫ് ആണോ എന്ന് ചോദിച്ചാൽ ടഫും ആണ്. ടഫ് കാണുമ്പോൾ മാത്രമേ ടഫ് ഉള്ളൂ. പക്ഷെ വരയ്ക്കുമ്പോൾ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. ഈ ഒരു ലീഫ് നമ്മൾ 4 ലൈൻസിലും വരച്ച് അതിനുശേഷം നമ്മൾ അതൊരു ഗ്രീൻ കളർ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു ഡാർക്ക് കളറിന് പകരം നിങ്ങൾ ലൈറ്റ് കളർ എടുക്കുന്നുണ്ടെങ്കിലും നല്ല ഭംഗി ഉണ്ടാവും കാണാൻ കേട്ടോ. ഇനി നമ്പർ 6 നോക്കാം. ഇതിൽ 4 സൈഡ്സിലായിട്ട് റഫ് ആയിട്ട് ഇതുപോലെ ഒന്ന് കേവ് ആയിട്ടുള്ള ലൈൻസ് വരച്ചെടുക്കാം. എന്നിട്ട് ഒരു ലൈനിൽ നിന്ന് കുറച്ച് ബ്രാഞ്ചസ് ഒക്കെ വരച്ചിട്ട് അതിന്റെ മേലെ കുട്ടി ഫ്ലവേഴ്സ് ഒക്കെ വരച്ചിട്ട് ഞാനിവിടെ വരയ്ക്കുന്ന ഈ ഫ്ലവർ ഭയങ്കര ഈസി ആയിട്ടുള്ള ഫ്ലവേഴ്സ് ആണ് ഞാൻ വരയ്ക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് ടുലിപ്പോ അങ്ങനെ ഏത് ഫ്ലവർ വേണമെങ്കിലും വരയ്ക്കാട്ടോ. ആ ഒരു ലൈനിന്റെ എൻഡ് വരെ കുറച്ച് ബ്രാഞ്ചസ് ഒക്കെ വരച്ചിട്ട് അതിന്റെ മേലെ ഫ്ലവേഴ്സ് വരച്ചു കൊടുക്കുക. ഓർ അടുപ്പിച്ച് ഫ്ലവേഴ്സ് വരയ്ക്കാതെ കുറച്ച് വിട്ടിട്ട് വരയ്ക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും കാണാൻ. എന്നിട്ട് അതിന്റെ ഗ്യാപ്പിലൊക്കെ ഇതുപോലുള്ള ചെറിയ സ്ട്രിപ്പ് ഞാൻ വരച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു സ്ട്രിപ്പ് വരയ്ക്കണം എന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വരച്ചാൽ മതി. അതല്ല നിങ്ങൾക്ക് അതിന്റെ ഇടയിലൊക്കെ ലീവ്സ് കൊടുക്കാനാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ലീവ്സ് കൊടുക്കാം. നമ്മൾ എന്തായാലും ഇതിന്റെ ഇടയിൽ
എന്തെങ്കിലുമൊക്കെ ലീഫ് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ഐഡിയക്ക് ഇതിൽ എന്തെങ്കിലുമൊക്കെ ഡിഫറൻസ് വരുത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാട്ടോ. അപ്പം കൂടുതൽ ഭംഗിയാവേ ഉള്ളൂ. എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, നമ്മളൊരു കാര്യം കണ്ടാൽ നമ്മളെ ഐഡിയാസും കുറച്ചും കൂടി ഒന്ന് നമ്മൾ അതിൽ ഉപയോഗിക്കണം. അപ്പോഴേ അതിൻ്റെ ഒരു ഭംഗി ഫുള്ളായി വരുള്ളൂ. പിന്നെ നെക്സ്റ്റ് 7, ഇതിൽ നമ്മൾ ബ്ലാക്ക് പെൻ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ലൈൻ ഇട്ട് കൊടുക്കുക. ഇത് ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് കേട്ടോ. എന്നിട്ട് വലിയ റൗണ്ട് വരയ്ക്കുക. എന്നിട്ട് അതിൻ്റെ ചെറുത് അതിൻ്റെ ചെറുത് അതിൻ്റെ ചെറുത് അങ്ങനെ ആയിട്ട് ഡോട്ട് വരെയുള്ളത് നമ്മളിങ്ങനെ വരി വരിയായിട്ട് വരച്ചെടുക്കുക. ഇതുപോലെ ഒന്ന്, അതുപോലെ തന്നെ ആ വിട്ടിട്ടുള്ള ഓപ്പോസിറ്റ് ഭാഗത്തും വരച്ചെടുക്കുക. ഈ ഒരു ഡിസൈനിനെ പറ്റി പറയാന്നുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ. കൂടുതലായിട്ടൊന്നും നമ്മൾ അതിന്റെ മേലെ സ്ട്രഗിൾ ചെയ്യാനോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇനി നിങ്ങൾക്ക് സിമ്പിൾ ഡിസൈനാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇത് വരച്ചാലും മതി. അപ്പൊ ഇനി നമ്പർ 8 നോക്കാം. ഈ ഒരു ഡിസൈനിൽ ആകെ 4 വര വരയ്ക്കാൻ മാത്രമേ ഉള്ളൂ. പക്ഷെ കുറച്ച് കൺഫ്യൂഷൻ അടുപ്പിക്കുന്ന ഒരു ഡിസൈനാണ്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ചൊന്ന് നോക്കുക. അപ്പൊ ആദ്യം തന്നെ നമ്മൾ മേലത്തും താഴത്തും വര കൂട്ടി മുട്ടിക്കാതെ ഹാഫ് ആയിട്ടൊന്ന് വരച്ചെടുക്കുക. ഇതുപോലെ നിങ്ങളിപ്പോൾ ഇതിൽ കാണുന്ന പോലെ വരച്ചെടുക്കുക. എന്നിട്ട് അതിനുള്ളിലും ഇതുപോലെ തന്നെയുള്ള ഒരു ബോക്സ് വരച്ചെടുക്കുക. പക്ഷെ ഒരു സൈഡിൽ നിങ്ങൾ അത് ഓവർലേ ചെയ്തിട്ടും ഒരു സൈഡിൽ ഓവർലേ ചെയ്യാതും ആയിരിക്കണം വരയ്ക്കേണ്ടത്. നിങ്ങൾക്ക് ആർക്കും മനസ്സിലായില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ ഞാൻ പെൻസിലോണ്ട് വരച്ചത് ഫസ്റ്റ് വരച്ച വരാണ്. ഇനി പെന്നോണ്ട് വരയ്ക്കുന്നതാണ് നിങ്ങളിപ്പോൾ നോക്കേണ്ട വര. ഒന്നുമില്ല, ഞാൻ ഫസ്റ്റ് പെൻസിലോണ്ട് വരച്ചില്ലേ അത് അതുപോലെ തന്നെ വരയ്ക്കുക. പെന്നോണ്ടിനപ്പം വരയ്ക്കുന്നതും അത് അതുപോലെ തന്നെ വരയ്ക്കുക. ഒരു സൈഡ് വരച്ചു കഴിഞ്ഞാൽ അടുത്ത സൈഡ് എങ്ങനെ വരയ്ക്കണം എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും. ഇതിൽ വേറെ ഡിസൈൻസ് ഒന്നും കൊടുക്കുന്നില്ല, ഈ ലൈൻസ് മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് നമ്പർ 9, ഇതിൽ നമ്മൾ 3 സൈഡിലായിട്ട് നോർമലായിട്ട് ലൈൻ വരയ്ക്കുന്ന പോലെ തന്നെ വരയ്ക്കുക. ഒരു സൈഡിൽ ആയിട്ട് വരച്ചിട്ട് അതിൽ നിന്ന് ചെറിയ ചെറിയ ബ്രാഞ്ച് പോലെ ഒന്ന് വരച്ചെടുക്കുക. ഇപ്പൊ ഞാൻ വരയ്ക്കുന്ന അതുപോലെ അങ്ങോട്ട് വരച്ചെടുത്താൽ മതി. ഈ ഡിസൈൻസ് ഒക്കെ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഹാർഡായിട്ട് തോന്നും, പക്ഷെ ഇത് നല്ല അടിപൊളിയായിട്ട് ഈസി ആയിട്ട് ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈൻ ആണ് കേട്ടോ. ഈ കുട്ടി കുട്ടി ബ്രാഞ്ചസിൽ നിന്ന് നമ്മൾ ചെറിയ ചെറിയ ലീഫ് വരച്ചു കൊടുക്കുന്നുണ്ട്. ആ ലീഫിന്റെ ഉള്ളിൽ 2 ലൈൻസ് ആയിട്ടാണ് നമ്മൾ വരയ്ക്കുന്നത്. ചെറുതായിട്ട് പറഞ്ഞാൽ ഒരു ഡൂഡൽ ഡിസൈനിങ് എന്നൊക്കെ പറയാം. എന്നിട്ട് അതൊന്ന് കളർ ചെയ്തും കൂടി എടുക്കുന്നുണ്ട്. ഈ ഒരു ഡിസൈൻ ഇത്രേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് വേണം നമുക്ക് ലാസ്റ്റ് ഡിസൈൻ ആയിട്ടുള്ള നമ്പർ 10 നോക്കാം. ഇതിലും ഓവറായിട്ട് ഡിസൈൻസ് ഒന്നുമില്ല. ഇതുപോലെ 4 ലൈന് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി വരയ്ക്കുക. ലൈൻസ് മാത്രമേ ഉള്ളൂ, അല്ലാതെ നമ്മൾ ഈ ഡ്രോയിങ്സോ പെയിന്റിങ്സോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഈ ലൈൻസ് ഒക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കളറിൽ കൊടുക്കാട്ടോ. ഞാൻ ബ്ലാക്ക് പെന്നിൽ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്കെച്ച് യൂസ് ചെയ്തിട്ടും ഈ ലൈൻസ് വരയ്ക്കാം. ഇനിയിപ്പോൾ ഈ ലൈൻ എങ്ങനെ വരച്ചെന്നുള്ളത് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.